ഹലോ, ഇന്ന് ആണ്ടുപിറപ്പാണ്. അപ്പോൾ വരുന്ന ഒരു വർഷത്തിൽ നമുക്ക് എന്തൊക്കെയാണ് വരാൻ പോകുന്നതെന്ന് നോക്കാം. ഇത് നിങ്ങളുടെ ഓവറോൾ തീം ഓഫ് ദി ഇയർ ആണ്. 3 ഓഫ് വൺസ്. അതായത് നിങ്ങൾ ചില ലക്ഷ്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ചില കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് കംഫർട്ട് സോണുകളിലൊക്കെ പൊട്ടിച്ച് പുറത്തു വന്ന് അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് ശ്രമിക്കാൻ പോകുന്ന ഒരു വർഷമായിട്ടാണ് ഇത് കാണുന്നത്. 3 ഓഫ് വൺസ് എന്ന് പറയുമ്പോൾ പുതിയ പദ്ധതികളൊക്കെ നടപ്പിലാക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നിങ്ങൾ തുടങ്ങി വയ്ക്കുന്ന ഒരു എനർജിയാണ്. ഇതാണ് നിങ്ങളിലേക്ക് വരുന്ന ഒരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത്. ഇതിനേക്കാളും പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ്. സ്റ്റാർ കാർഡ് എന്ന് പറയുമ്പോൾ പുതിയ പ്രതീക്ഷകളാണ്. ലൈഫിൻ്റെ എല്ലാ മേഖലകളിലും പുതിയൊരു പ്രതീക്ഷയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഹീലിങ്ങിനൊക്കെ ശേഷം പുതിയൊരു റിലേഷൻഷിപ്പിലേക്ക്, അല്ലെങ്കിൽ ബ്ലോക്കായി നിന്നിരുന്ന റിലേഷൻഷിപ്പുകൾ ഒന്ന് ബെറ്റർ ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ പുതിയ ജോലി പ്രതീക്ഷിച്ച് നിൽക്കുന്ന ആളുകൾക്ക് അത് കിട്ടാനുള്ള സാധ്യത. മൊത്തത്തിൽ ഇതൊരു പ്രതീക്ഷയുടെ എനർജിയാണ്. ലൈഫിൽ സ്റ്റക്കായി നിന്നിരുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് മൂവായി തുടങ്ങുന്ന ഒരു എനർജിയാണ് കാണുന്നത്. ബ്യൂട്ടിഫുൾ എനർജി. ഇനി എന്താണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നോക്കാം. 9 ഓഫ് വൺസ് ആണ്. പുതിയ പദ്ധതികൾ തുടങ്ങുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഓവർ വർക്ക്ഡ് ആവാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതായത് കുറേ റെസ്പോൺസിബിലിറ്റികൾ ഒരേ സമയം കൈകാര്യം ചെയ്യുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ദാറ്റ്സ് ഓക്കെ. അത് നമ്മുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ ആ ബുദ്ധിമുട്ടിനും അതിൻ്റേതായിട്ടുള്ള ഒരു മനോഹാരിതയുണ്ട് എന്ന് പറയാം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും എപ്പോഴും മറ്റുള്ളവരുടെ മുന്നിൽ തുറന്നു പറയാതിരിക്കുക. ഒരു തുറന്ന പുസ്തകമായിട്ട് ഇരിക്കരുത് എന്നുള്ള ഒരു ഗൈഡൻസാണ് ഇവിടെ വരുന്നത്. നിങ്ങളുടെ പ്ലാനുകൾ, പദ്ധതികളൊക്കെ കുറച്ചൊന്ന് പ്രൈവറ്റായിട്ട് സൂക്ഷിക്കുക. നിങ്ങളുടെ എനർജി, നിങ്ങളുടെ പദ്ധതികൾ, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ ഒക്കെ നേടിയെടുക്കുന്നത് വരെ അധികം ആരും അറിയേണ്ടതില്ല എന്നുള്ളതാണ് ഇവിടെ ഒരു ഗൈഡൻസായിട്ട് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും വളരെ സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിറഞ്ഞ ഒരു പുതിയ വർഷം ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.